നീറ്റ് ചോർച്ചയിലെ CJP സമരം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാന് പകരം നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമോ എന്ന ചർച്ചകൾ സജീവം. നേരത്തെ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ അവസാനവട്ടം തിരുത്തലുകൾ വരുത്തിയെന്നാണ് സൂചന. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ അധ്യായമാണ് ഇവിടെ നാം കണ്ടത്. ഇത് ചരിത്രം. വിദ്യാർത്ഥി രോഷത്തിൽ മുട്ടുമടക്കി ഒടുവിൽ കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. CJPയുടെ ചരിത്ര സമരം വിജയം കണ്ടു. നീറ്റ് പേപ്പർ ചോർച്ചയിലെ യുവജന രോഷം തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച തടയാൻ ഇനി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം. കടുത്ത പ്രതിഷേധങ്ങൾക്കും ആഴ്ചകൾ നീണ്ട തെരുവു പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് കേന്ദ്രമന്ത്രിയുടെ രാജി. CJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ചരിത്രപ്രസിദ്ധമായ സമരമാണ് വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം ഇവിടെ കാണുന്നത്. ഇനിയൊരു ചോദ്യം, ആരാണ് അടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്നത്? അതെ, വൻ അഴിച്ചുപണിക്കൊരുങ്ങി BJP. അണിയറയിൽ നടക്കുന്നത് എന്തൊക്കെയെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന് പകരം നിർമ്മല സീതാരാമനാണോ? BJP സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അവസാനവട്ടം തിരുത്തലുകൾ വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന് പകരം മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിയാകുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ ദാസ് ധനകാര്യ മാനേജ്മെന്റ് വിദഗ്ധനാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരോ BJPയോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. മാറ്റം യാഥാർത്ഥ്യമായാൽ 4 പതിറ്റാണ്ടിലേറെ ഭരണപരിചയമുള്ള ശക്തികാന്ത ദാസ് കേന്ദ്രമന്ത്രിസഭയിലെത്തും. അതേസമയം മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപപ്രധാനമന്ത്രി സ്ഥാനം. അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ തീരുമാനത്തിലൂടെ BJPയുടെ ഭാവിയും RSS നിലപാടും നിർണായകമാകും. അതിനിടയിൽ സീനിയറായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ വെട്ടി അമിത്ഷായെ മോദിയുടെ പിൻഗാമിയാക്കുന്ന പ്രഖ്യാപനമുണ്ടായേക്കുമെന്നും പറയുന്നു. കൂടാതെ മോദിക്ക് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് RSSൽ ഒരു വിഭാഗം ശക്തമായി താൽപര്യപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കവും നടക്കുന്നത്. ഇതിനു മുമ്പ് 2002 മുതൽ 2004 വരെ LK അദ്വാനി ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരോ BJPയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് Zee മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.